ഹായ്, ഞാനിവിടെ ചെയ്യുന്നത് നമ്മുടെ കൊളാജൻ, കിൻഡ്രിൻസ് കൊളാജൻ അതോ മറൈൻ കൊളാജൻ അല്ലെങ്കിൽ കൊളാജൻ പെപ്റ്റൈഡ്, അങ്ങനെ നമുക്ക് കൊളാജനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. ബേസിക്കലി കൊളാജൻ വരുമ്പോൾ നമുക്ക് കുറേ ടൈപ്സ് വരുന്നുണ്ട്. ഒരു ബേസിക്കായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് കൊളാജൻ ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3 ആണ്. അതിൽ തന്നെ നമ്മൾ ടൈപ്പ് 1 ആണ് ബേസിക്കലി സ്കിന്നിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ടൈപ്പ് 1 കൊളാജൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ സോഴ്സുകൾ വരുന്നത് ഇപ്പോൾ ബേസിക്കായിട്ട് ആനിമൽ ബേസ്ഡ് കൊളാജനാണ് ടൈപ്പ് 1 കൂടുതൽ വരുന്നത്. അതിൽ വരുമ്പോൾ തന്നെ കിട്ടുന്ന ഡെറൈവ്ഡ് സോഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും അനിമൽസിൻ്റെ ബോൺസ്, ടെൻഡൻസ്, ലിഗ്മെൻറ്റ്സ്, കൗവിൻ്റെയൊക്കെയാണ്. പിന്നെ പിഗിൻ്റെത് വരുന്നുണ്ട്, പിന്നെ ഫിഷിൻ്റെതും വരുന്നുണ്ട്. ഏറ്റവും പോപ്പുലറായിട്ട് നമുക്ക് വരുന്നത് ഈ പറയുന്ന മറൈൻ കൊളാജൻ ടൈപ്പാണ്. അതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ മറൈൻ കൊളാജൻ ആക്ച്വലി ഡെറൈവ്ഡ് ഫ്രം ഫിഷസ് ആണ്. നമുക്ക് ഫിഷുകളിൽ നിന്നാണ് നമ്മൾ മറൈൻ കൊളാജൻ എടുക്കുന്നത്. മറൈൻ കൊളാജനാണ് ഏറ്റവും ഫേമസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കൊളാജനും ഏറ്റവും എന്താ പറയുക അബ്സോർപ്ഷൻ റേറ്റ് കൂടുതലുള്ളത് മറൈൻ കൊളാജനാണ്. അതുകൊണ്ടാണ് മറൈൻ കൊളാജൻ നമ്മളെപ്പോഴും കൂടുതൽ സജസ്റ്റ് ചെയ്യുന്നതും കൂടുതൽ റിസൾട്ട് വരുന്നത് മറൈൻ കൊളാജനാണ്. പിന്നെ എന്താണ് നമ്മൾ മറൈൻ കൊളാജൻ യൂസ് ചെയ്യേണ്ട പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, കൊളാജൻ യൂസ് ചെയ്യുമ്പോൾ മറൈൻ കൊളാജൻ അല്ല, എല്ലാ കൊളാജനും യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിൻ്റെ ടെക്സ്ചർ, ഇലാസ്റ്റിസിറ്റി, പിന്നെ റിങ്കിൾസ്, ഇതൊക്കെ ഇലാസ്റ്റിസിറ്റി കൂടി റിങ്കിൾസ് കുറയാനും പിന്നെ നല്ല ഹൈഡ്രേഷൻ ഉണ്ടാവാനും. ഹൈഡ്രേഷന് വേണ്ടിയാണ് ശരിക്കും ഈ ചില നമ്മൾ കാണുമ്പോൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും, പലതിലും ഇപ്പോൾ നമ്മൾ കാണുന്ന കൊളാജനുകളിൽ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും വിറ്റാമിൻ സി വരുന്നുണ്ട്. വിറ്റാമിൻ സി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ കൊളാജൻ്റെ സിന്തസിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് വിറ്റാമിൻ സി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കൊളാജൻ സിന്തസിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത് വിറ്റാമിൻ സി. അതുകൊണ്ടാണ് പലരും വിറ്റാമിൻ സി ആഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഹൈലൂറിനിക് ആസിഡ് എന്ന് പറയുമ്പോൾ ഹൈലൂറിനിക് ആസിഡ് പർപ്പസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഈ സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി അഥവാ ഫ്ലഫ്നെസ്, അതായത് പറയപ്പെടുന്നതെന്ന് വെച്ചാൽ ഹൈലൂറിനിക് ആസിഡ് അതിൻ്റെ 1000 മടങ്ങ് വാട്ടർ റിട്ടൻഷൻ കപ്പാസിറ്റി, അതായത് വാട്ടർ അതിനകത്ത് ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് ഹൈലൂറിക് ആസിഡിൻ്റെ ഓരോ മോളിക്യൂൾസിനും. നമ്മുടെ സ്കിന്നിൻ്റെ ഫ്ലഫ്നെസ്, ആ ഒരു എന്താ പറയുക നല്ലൊരു ഫ്ലഫായിട്ടിരിക്കാൻ വേണ്ടിയൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഹൈലൂറിക് ആസിഡ് യൂസ് ചെയ്യുന്നത്. പിന്നെ ചിലത് സപ്ലിമെൻറ്റ്സ് നമ്മൾ ശ്രദ്ധിച്ച് കാണാൻ കഴിയും. ഫോർ എക്സാമ്പിൾ ഇതിലിപ്പോൾ നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാൻ കഴിയും, ഇതിൽ വിത്ത് ഹൈലൂറിക് ആസിഡ് വരുന്നുണ്ട്, മറൈൻ കൊളാജൻ വരുന്നുണ്ട്, കൊളാജൻ പെപ്റ്റൈഡ്സ് എന്ന രൂപത്തിൽ. പിന്നെ ശ്രദ്ധിച്ചാൽ നമുക്ക് വിറ്റാമിൻ സിയും വിറ്റാമിൻ ഇയും ബയോട്ടിനും വരുന്നുണ്ട്. ഈ പറഞ്ഞ കൊളാജൻ സ്കിന്നിനും ഹെയറിനും നെയിലിനും എല്ലാം നല്ലതാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ 3 ടൈപ്പ് കൊളാജനാണ് ബേസിക്കായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ടൈപ്പ് 2 കൊളാജൻ, ടൈപ്പ് 1 കൊളാജൻ സ്കിൻ ഹെൽത്തിന് വേണ്ടിയും പിന്നെ ബോൺസിൻ്റെ കുറച്ച് ഹെൽപ്പിന് വേണ്ടിയും നല്ലതാണ്. ടൈപ്പ് 2 കൊളാജൻ എന്ന് പറയുമ്പോഴത്തേക്കും എന്താ പറയുക ജോയിൻ ഹെൽത്തിന് വേണ്ടി മാത്രം, അതായത് നമ്മുടെ കാറ്റലേജ് റീജനറേഷനും കാര്യങ്ങൾക്ക് ഇൻഫ്ലമേഷൻ മാറ്റാൻ വേണ്ടിയും. ടൈപ്പ് 3 കൊളാജൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസിൻ്റെ ലൈനിങ്ങിനും ബ്ലഡ് വെസൽസിൻ്റെ കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ്, ടിഷ്യൂ റിപ്പയർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഞാൻ പറയുമ്പോൾ മറൈൻ കൊളാജൻ. നമ്മൾ എപ്പോഴും കൊളാജൻ സെലക്ട് ചെയ്യുമ്പോൾ മറൈൻ കൊളാജൻ നോക്കി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. പിന്നെ യൂസേജ് എപ്പോഴും മോർണിംഗ് ബിഫോർ ബ്രേക്ക്ഫാസ്റ്റ് തണുത്ത വെള്ളത്തിൽ അല്ലെങ്കിൽ നോർമൽ വാട്ടറിലാണ് മിക്സ് ചെയ്ത് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, താങ്ക് യു.